രാവിലെ തന്നെ ഉറക്കമെണീച്ച് പല്ലും തേച്ച് അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അടുക്കളയിലേക്ക് പോയപ്പം തന്നെ ആദർശിനുള്ള കാപ്പി എടുത്ത് കൊണ്ടു കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ അമ്മ ഇതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. ഞാനും പൊടിയൊക്കെ കുഴക്കുമ്പോഴേക്ക് എന്നെ ചിരു ഇതാ അടുക്കളയിൽ ഹാജരായിട്ടുണ്ട്. വേഗം പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് പരത്തി ചൂടാൻ പറ്റും. ചിരു ഇപ്പോൾ അവിടെ അങ്ങനെ എന്തോ ആലോചിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം പത്തിരിയൊക്കെ ചുട്ടു. പിന്നെ കുറച്ച് ചീര അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതുണ്ടായിരുന്നു, അവരെന്നെ കുഴിച്ചിട്ടതാണ്, ഇവിടെ തന്നെ ഉണ്ടായതാണ്. അതൊക്കെ ഞാൻ വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട്. പച്ചച്ചീരയും ചുവന്ന ചീരയും കൂടി ആയിരുന്നു, രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആക്കി അരിഞ്ഞു. പിന്നെ മുറ്റത്ത് കുറച്ച് ചണ്ടിയൊക്കെ അടിച്ചു കൂട്ടി തീയിടാനുണ്ടായിരുന്നു. മാവിന്ന് ഒരുപാട് മാങ്ങ വീകുന്നുണ്ട് കേട്ടോ. അണ്ണാനും കിളികളൊക്കെ തിന്നിട്ട് ചണ്ടിയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കത്തിയതുമില്ല, ഇന്നലെ മഴ ചാറിയോണ്ടായിരിക്കും. ഇവിടെ കൊന്നമരത്തിലാണെങ്കിൽ നിറച്ച് പൂവുണ്ടാവും ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോഴേക്കും അമ്മ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പിലാണേ LPG ക്ഷാമം. അങ്ങനെ ഒരു മാങ്ങ അങ്ങോട്ട് മുറിച്ച് തന്നു കേട്ടോ. അടിച്ചു വരുമ്പോൾ എനിക്ക് നിലത്തുനിന്ന് കിട്ടിയതായിരുന്നു. പിന്നെ കുറച്ച് അലക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞപ്പോൾ ദാ ഗ്ലൂട്ടായ അങ്ങോട്ട് തേച്ചു. പിന്നെ ഒരു ലിപ് ബാമും ഇട്ടെ. പിന്നെ ദാ സാമീനെ പ്രാർത്ഥിച്ച് കുറച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരി മണിയായേ. ഇനി പണിയൊന്നുമില്ല, വെറുതെ അതിലെ ഇതിലെയൊക്കെ നടപ്പ് തന്നെ കേട്ടോ.